ഒരു പഞ്ചായത്ത് മെമ്പറെ ശമ്പളം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു 8000 ഉള്ളിൽ അല്ലേ? അത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്രങ്ങാനും പൈസ ഓരോരുത്തരും മുടക്കണ അറിയോ? 5 ലക്ഷത്തിന് മുകളിൽ മുടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറേ ചിന്തിച്ച് നോക്കി, പഠിച്ചോനെ 8000 കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാ ഇപ്പോൾ 5 ലക്ഷം അതേപോലെ ഒരുപാട് എഫേർട്ടും എടുക്കണ്? എന്തേക്കൂ നിങ്ങൾക്ക് അറിയോ? ഞാൻ കുറേ ആലോചിച്ച് നോക്കി, ഒരു ഐഡിയയും കിട്ടില്ല. കാരണം 5 ലക്ഷം ഒരു കാലത്ത് മുതലാവില്ല. 5 കൊല്ലം വർക്ക് ചെയ്താലും കിട്ടൂല, ശമ്പളമായി കൂട്ടിയാലും കിട്ടൂല കേട്ടോ. പിന്നെന്താ അതിൽ നടക്കുന്നത് തമാശ എന്താ അറിയോ? ഒരേ പാർട്ടിയിൽ ഇങ്ങനെ തോളോട് തോള് ചേർന്ന് നടന്നോലും ഇപ്പോൾ എതിർ പാർട്ടിയിലും എതിരായിട്ട് മത്സരിക്കുക. അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരണം. അങ്ങനെ ആലോചിച്ചാൽ നല്ല രസമാണ്. അവനൊക്കെ പാർട്ടി ആനാണ് ചക്കാണെന്ന് പറഞ്ഞ് നടന്നോലൊക്കെ ഇപ്പോൾ എതിർ പാർട്ടിയില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ ഒരേ പാർട്ടിയുള്ള ആൾക്കാർ തന്നെ വരി ആയിട്ട് നിൽക്കും. അപ്പം നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യും. അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാവരും അറിയട്ടെ അല്ലേ? രസമല്ലേ? നമ്മുടെ നാട്ടിലും കുറേ മത്സരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറേ ചിറിക്കാൻ കിട്ടണം നല്ലൊരു ചാൻസ് കേട്ടോ പഞ്ചായത്ത് ഇലക്ഷൻ. എല്ലാ കൊല്ലവും പഞ്ചായത്ത് ഇലക്ഷൻ വെക്കണം. എന്നാലും ഇങ്ങനെ ആലോചിച്ച് ചിരിക്കുക. ഓരോരുത്തരെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ പൊതുവെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കില്ലേന്ന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.